നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി യാതൊരു പങ്കും വഹിക്കാത്ത, ഇനി എന്തെങ്കിലും പങ്ക് വഹിച്ചു എന്ന് അവകാശപ്പെടാൻ പറ്റുമെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തെ എതിർത്ത, സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞ ചെറുപ്പക്കാർ അവരുടെ ആരോഗ്യം ബ്രിട്ടീഷ് ഭരണാധികാരികളോട് ഏറ്റുമുട്ടി കളയരുത് എന്ന് പറഞ്ഞ, മാത്രമല്ല നിങ്ങളും ഞങ്ങളും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല, നിങ്ങൾ ഇവിടെ തുടരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല എന്ന് പറഞ്ഞ, ഇതെല്ലാം ആ കാലത്തെ സംഘപരിവാർ പറഞ്ഞ കാര്യങ്ങളാണ്. RSSഉം സംഘപരിവാറും പൂർണ്ണമായും നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നില്ല, സ്വാതന്ത്ര്യ സമരത്തിനെതിരായിരുന്നു. ബ്രിട്ടീഷുകാർ ഇവിടെ തുടരണം എന്ന് വൈസ്രോയിയോട് തന്നെ പോയി പറഞ്ഞവരാണ്. പക്ഷേ കാലചക്രം തിരിഞ്ഞപ്പോൾ ആ കൂട്ടരാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്നവരായി മാറിയത്. അതിനെ ഇടയാക്കിയത് എങ്ങനെയെന്ന് പരിശോധിക്കുമ്പോൾ അതിൽ കോൺഗ്രസിൻ്റെ പങ്ക് നിഷേധിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ രാജ്യത്ത് തുടക്കം മുതൽ വർഗീയത അഴിച്ചുവിട്ട് വർഗീയ സംഘർഷങ്ങളുണ്ടാക്കി, വർഗീയ കലാപങ്ങളുണ്ടാക്കി, ജനങ്ങളെ പരസ്പരം ഏറ്റുമുട്ടിച്ച് അതിലൂടെ ലാഭം കൊയ്യാനുള്ള ഗൂഢമായ നീക്കമാണ് RSSഉം സംഘപരിവാറും നടത്തിയിരുന്നത്. ആ വർഗീയ നീക്കങ്ങളോട് മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചു പോവുക എന്നതാണ് സാധാരണഗതിയിൽ സ്വീകരിക്കേണ്ടത്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കാലത്ത് സ്വീകരിച്ചത്. അതാണ് പൊതുവെ രാജ്യത്ത് ഇടതുപക്ഷം സ്വീകരിച്ചത്. പക്ഷേ കോൺഗ്രസ്സിന് ഒരു ഘട്ടത്തിലും ആ നിലപാട് പൂർണ്ണമായി സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കോൺഗ്രസ്സിലെ ഒരു വിഭാഗം, അത് നിസ്സാരമായ ഒന്നായിരുന്നില്ല, പ്രബലമായൊരു വിഭാഗം തന്നെ വർഗീയതയെ പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചു വരുന്നുണ്ടായിരുന്നു. അത് വലിയ തോതിൽ പിന്നീട് മറനീക്കി രംഗത്ത് വന്നു. അതിൻ്റെ ഫലമായി സംഘപരിവാർ ഉയർത്തുന്ന വർഗീയ ആശയങ്ങളെ ശക്തമായി എതിരിടാൻ കോൺഗ്രസ് തയ്യാറായില്ല. അവർ സ്വീകരിച്ച നിലപാട് സംഘപരിവാറിൻ്റെ ആശയങ്ങൾ അത് സ്വീകരിക്കുന്ന നിലയാണ്. അത് സ്വീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നില്ല. മാത്രമല്ല, സംഘപരിവാറിൻ്റെ ആടയാഭരണങ്ങൾ എടുത്തണിയാൻ അവർ തയ്യാറായി. അപ്പോൾ ഒരു തരം മൃദുവായ സമീപനം വർഗീയതയോട് സ്വീകരിക്കുന്ന നിലപാട് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായി.
ഒരുപാട് സംഭവങ്ങൾ, ആ സംഭവങ്ങളുടെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല.